മൗത്ത് അലൈൻസ് വിത്ത് ദി കവനന്റ്. നിൻ്റെ വായ ഉടമ്പടിക്ക് അനുസരണമായി സംസാരിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പുള്ളിങ് ഡൗൺ ദി സ്ട്രോങ് ഹോൾഡാണ്. ദുഷ്ടൻ്റെ കെട്ടിവെച്ചിരിക്കുന്ന കോട്ടകളെല്ലാം നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലുള്ളതെല്ലാം ഇടിച്ചു പറിച്ച് ദൂരക്കളഞ്ഞ് പുതുസൃഷ്ടിയാക്കുകയാണ്. ഈ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ മതിലാണ്, ഭിത്തിയാണ്, അല്ലെങ്കിൽ മലയാണ്. അതൊന്നും അല്ലെന്നേ. സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് കറക്റ്റാണ്, ഞാൻ വിശ്വസിക്കുന്ന ഈ ദൈവം മാത്രമേ ഉള്ളൂ ശരി, മറ്റൊന്നും ശരിയല്ല. എൻ്റെ മുയലിന് 2 കൊമ്പാണുള്ളത്, അല്ലെന്ന് നിങ്ങളുടെ മുയലിന് 2 കൊമ്പല്ല, അത് ചെവിയാണ്. അല്ലെന്ന് എൻ്റെ മുയലിന് 2 കൊമ്പാണ്, അതാണ് ഞാൻ പറയുന്നത് കറക്റ്റ്. ഇതാണ് സ്ട്രോങ് ഹോൾഡ്. അങ്ങനെയുള്ളവരെ മാറ്റാൻ വലിയ പാടാണ്. കണ്ടിട്ടുണ്ടോ? റിജിഡിറ്റി എന്ന് പറയും. ഒരിക്കലും ആ ഒരു പ്ലയബിളായിട്ടുള്ള കുശവൻ്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെട്ട പാത്രമായിട്ട് മാറുന്നില്ല. അതിങ്ങനെ കല്ല് പോലെ അങ്ങ് ഇരിക്കുക. ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കുക, അത് നടക്കുന്നില്ലെന്നേ, നടക്കാൻ പോകുന്നില്ലെന്നേ. അങ്ങനെ അല്ലല്ലോ ദൈവം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആക്കണേ. കളിമണ്ണ് എന്തോ ദൈവം പോലും പലതരത്തിൽ പല പ്രാവശ്യം നമ്മളെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ശരിയാകാത്തപ്പം വലിച്ച് താഴോട്ട് അങ്ങോട്ട് എറിയുന്നതിന് ഒട്ടും ദാക്ഷിണ്യമില്ല. അതുകൊണ്ടാണ് ഈ മേളിലിരിക്കുന്ന ചിലരൊക്കെ കിടോന്ന് താഴെ വീഴുന്നത്. കാരണം എന്താ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും കയറുന്നില്ല, എന്നാൽ പിന്നെ ഓട്ടച്ചു. അതുകൊണ്ട് പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കത്തില്ല. അത് നിർബന്ധമുള്ളൊരു പ്രിൻസിപ്പിളാണ് ദൈവത്തിൻ്റെ. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിൽ ഒഴിക്കുക ദൈവത്തിൻ്റെ ദേഷ്യമായിട്ടൊന്നുമല്ല. ഒഴിച്ചാൽ തുരുത്തി പൊട്ടിപ്പോകും. നിൻ്റെ ഈ പാപസ്വഭാവമുള്ള ശരീരത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഒക്കുന്നില്ല. എന്നാൽ പാപത്തിനെ മറികടന്ന്, അതായത് പാപം ഇല്ലാത്ത സ്റ്റേജിലാക്കാനാണ് കർത്താവ് ക്രൂശിൽ കയറിയത്. അപ്പോൾ ദിനംപ്രതി അവൻ്റെ രക്തം ഒഴിക്കുമ്പം ഞാൻ വീണ്ടും പ്ലയബിളായി മാറി. വീണ്ടും അവൻ്റെ രക്തത്താൽ കുശവൻ്റെ കയ്യിലെ മനോഹര പാത്രമാക്കുന്ന ദിനംപ്രതി അല്ല, പരിശുദ്ധാത്മാവിൽ മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് ഏത് നിമിഷവും ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് അഴുക്ക് ചിന്ത അകത്തോട്ട് കയറിയിട്ട് ഇതുവരെ ചിന്തിച്ച നല്ലതിനെ ഇല്ലാതാക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. പലപ്പോഴും ഈ ആത്മീയ കോളത്തിൽ ജയമെടുക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണമില്ല, ഇട്ടേച്ച് വെക്കണം. അങ്ങനെ ചെയ്യല്ലേ. അവിടെ ഉറച്ചു നിൽക്കുക, പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പിടിച്ച് നിൽക്കുക എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ടത്. ദൈവമേ എന്നെ ഒന്നും കൂടെ ശക്തിയായിട്ട് പിടിച്ചോണേ എന്ന് പറയണം. അതാ. എന്നിട്ട് എനിക്കതൊന്ന് കാണണേ. നമ്മളെങ്ങനെ പിടിക്കാൻ? ഒരാൾ ശക്തിയുള്ള ആൾ നമ്മളെ പിടിച്ചാൽ പിന്നെ പേടിക്കണ്ടല്ലോ. ആ ലെവലിലോട്ടൊന്ന് കണ്ടേ. ഞാൻ യേശുവിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എന്നെ വിട്ടുകൊടുക്കുകയാണ് യേശുവിൻ്റെ കയ്യിലോട്ട്. അപ്പോഴാണ് കുശവന് ഇഷ്ടമുള്ള പാത്രമാക്കി മാറി. അതാണ് രക്ഷ. ഒരിക്കലും കല്ലുപോലുള്ള ഹൃദയം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും കല്ലുപോലുള്ള ഹൃദയം എന്തുവാ? അതാ പറയുന്നുണ്ടല്ലോ, ഈ എസെക്കിയേലിലൊക്കെ പറയുന്നുണ്ട്. കല്ലുപോലുള്ള ഹൃദയം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെ ശരി, എൻ്റെ ദൈവമാണ് ശരി, നിൻ്റെ ദൈവം തെറ്റ്, നിങ്ങളാരും സ്വർഗത്തിൽ പോകത്തില്ല, ഞാൻ മാത്രമേ പോകത്തുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ കല്ലുപോലുള്ള ഹൃദയമാണ്. ഈ തിയോളജി അതുപോലെ ഡോക്ടറേറ്റും ഒക്കെ എടുത്തിട്ടുള്ളവർ ചിലമായിട്ട് സംസാരിക്കും. അവരില്ല മുടി വലിച്ചു കീറുന്ന പോലെ ഓരോന്ന് കീറി സത്യദൈവത്തിൻ്റെ ആത്മാവിന് ശിശു അന്വേഷിക്കേണ്ടത് ശിശുവിന് കൊടുക്കുന്ന അവർക്ക് മറഞ്ഞു പോകുന്നു. ഇത്ര സിമ്പിളായിട്ട് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് തന്ന് ഭൂമിയിൽ വന്ന് മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യനായി വിളങ്ങി എന്നാണ് വചനം പറയുന്നത്. മനുഷ്യനായി വിളങ്ങി ഒരുവൻ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ അതും ഇതും പഠിച്ച് എൻ്റെ ബുദ്ധിക്കതീതമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയുടെ കഴിവിനനുസരിച്ച് വലിച്ചു കീറി കാണിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. കണ്ണുപൊട്ടന് ആനയെ കണ്ട പോലെയാണ്. കണ്ണുപൊട്ടന് ആനയെ കാണിക്കുക, ആനയെ കാണണം. അവന് ആനയുടെ കാലെ തൊടുമ്പോൾ ഇതൊരു സ്തൂപമാണ് ഇല്ലേ? ആനയുടെ കയ്യെ തൊടുമ്പം വേറൊരു കാലെ തൊടുമ്പം വേറൊരു സ്തൂപം. എന്നാൽ പിന്നെ ഒരു വലിയ കെട്ടിടമായിരിക്കും. ആനയുടെ ഓരോ ഭാഗത്ത് ചെവിയെ തൊടുമ്പോൾ ഇത് മുറമായിരിക്കും. ഇങ്ങനെ പലതും അവന് ചിന്ത വരും. അതാണോ ദൈവം? ഒറ്റയായിട്ട് ഒരു മനസ്സിൽ ഏകയാത്മാവിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ കാണുമ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് കല്ലുപോലുള്ള ഹൃദയം പാടില്ല. ദിനംപ്രതി അപ്പച്ചൻ എഴുതുകയാണ് നമ്മുടെ മുമ്പിൽ ഓരോ ദിവസത്തെ. ഇന്നലത്തെ മന്ന കൊണ്ട് ഇന്നൊരു പ്രയോജനം ഇല്ലെന്ന് കർത്താവ് പറയുന്നു. ആത്മാവിൽ വചനമെടുക്കുന്നത് ഇതാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ റോമർക്ക് എഴുതിയ ലേഖനം 10:9 വായിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, മലയോട് മാറിപ്പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധിക ശക്തിയോടെ പറയാണ്. കൺവിക്ഷൻ ആൻഡ് ബിലീഫ്. എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ അവിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയും. എനിക്കൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് റോമർക്ക് എഴുതിയ ലേഖനം 10:9. ഉറപ്പ് എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അതാണ് നമുക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് എനിക്ക് ഉറപ്പ്. ഈ ദൈവവചനമെന്ന് പറയുന്ന ഓരോ വചനവും ഡയമണ്ടാണ്.
ഓരോ വചനവും എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുണ്ട്. ഓരോ വചനവും ആഴത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പം അതിനകത്ത് നിധി എനിക്കുള്ളതാണ്. പക്ഷെ ഒരു വചനം 1000 വചനം വായിച്ചിട്ട് ഒരു വചനവും പ്രയോജനം ഇല്ലാതാക്കുന്നു. അങ്ങനെയല്ല. ഒരു വചനം എടുക്കുക. ഒരു വചനം. റോമർക്കെഴുതിയ ലേഖനം 10:9 ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോയില്ല. പുറകോട്ട് പോവുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 10:9. യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ ലോഡ്ഷിപ്പാണ്. എൻ്റെ സകലത്തിൻ്റെ ഉടയവൻ അവനാണ്. എൻ്റെ ശരീരത്തിൽ അവൻ അറിയാതെ ഒന്നും നിൽക്കത്തില്ല. എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ ആത്മാവാണെങ്കിൽ രോഗം മാറുന്നു. എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ബന്ധനങ്ങൾ പൊട്ടിമാറുന്നു. മുമ്പിൽ നിന്ന മല ഇതാ മാറിപ്പോകുന്നതായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. ഒരു വാക്യത്തിലാണ് ഞാൻ പിടിക്കുന്നത്, ഒറ്റ വാക്യം. എന്താണ് ദൈവം പറയുന്നത്? ഇങ്ങനെയാണ്. കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുന്നതിന് മുൻപേ നമ്മൾ 2 കാര്യം. പിതാവാൻ ദൈവം യേശുവിനെ ഭൂമിയിൽ മനുഷ്യനായിട്ട് അയച്ചു. അവനെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയും. പിന്നെ വിളക്ക് കത്തിക്കുന്നത് നാവ് കൊണ്ടാണ്. ഏറ്റുപറയുമ്പം ഇതാ കൺഫെഷൻ. ഇതാണ് കൺഫെഷൻ ചെയ്യേണ്ടത്. എന്ന് ഈ പാപം കൺഫെസ് ചെയ്യുന്നതൊക്കെ നിർത്താറായില്ലേ? അത് കഴുകാൻ 1 യോഹന്നാൻ 1:9 തന്നിട്ടുണ്ടല്ലോ. യു കൺഫസ് യുവർ സിൻസ്. നിൻ്റെ പാപങ്ങളെ നീ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നിൻ്റെ പാപങ്ങളെ കഴുകാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വാക്യമുണ്ട് മുമ്പിൽ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് രക്ഷിക്കപ്പെടാനാണ് ഈ വാക്യം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്. രക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്നതോട് ഓർക്കണം, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ പിന്നെ എങ്ങനെയാണ് മരണം എന്നെ തൊടുന്നത്? എങ്ങനെയാണ് രോഗം എന്നെ തൊടുന്നത്? രോഗം മാറിപ്പോട്ടെ, കാരണം ഇതുവരെ അറിഞ്ഞില്ല. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനാണ് ഒരാൾ എന്നോട് പ്രാർത്ഥിക്കാൻ വന്നത്. അവർ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം കൊണ്ട് അത് വിശ്വസിച്ചു. പകുതിയല്ല, പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. പകുതിയല്ല, ഒരു സൂചി വെക്കാനുള്ള സ്ഥലം ഞാൻ ദുഷ്ടന് കൊടുക്കത്തില്ല. കൊടുക്കത്തില്ല. ഞാൻ കൊടുക്കത്തില്ലെന്ന്. എൻ്റെ ഹൃദയത്തിലൊക്കത്തില്ല. എൻ്റെ ഹൃദയം ശുദ്ധമാണ്. എൻ്റെ വീട്ടിനകത്ത് പരിസരത്ത് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഒരു ദുഷ്ടൻ കയറാൻ ഒക്കത്തില്ലെന്ന് നമ്മളാണ് പറയേണ്ടത്. എൻ്റെ ഭവനത്തിൽ അതൊക്കത്തില്ല, ഞാൻ നിർബന്ധം പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ ദ മൗത്ത് അലൈൻസ് വിത്ത് ദ കവനൻറ്റ്. ദൈവം ഉടമ്പടി തരികയാണിത്. ഈ ഉടമ്പടി എന്തുവാ? നീ ക്രിസ്തു ചെയ്തതിൽ വിശ്വസിക്കുക. അവൻ നമ്മുടെ പാപത്തെ ഏറ്റെടുത്തു. ഒരാൾ എക്സ്ചേഞ്ച് എടുത്ത് എൻ്റെ പാപത്തെ ഏറ്റെടുത്തെങ്കിൽ, എനിക്ക് എൻ്റെ രോഗത്തെ ഏറ്റെടുത്തെങ്കിൽ, ഞാനിപ്പോൾ യേശുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ രോഗത്തിനെ അങ്ങോട്ട് കൊടുക്കുന്നു, എൻ്റെ പാപത്തിനെ അങ്ങോട്ട്. എക്സ്ചേഞ്ചാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ദൈവത്തിൻ്റെ ശരീരം ഞാൻ പ്രാപിച്ചെടുക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഇത് എക്സ്ചേഞ്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ബാർട്ടർ സിസ്റ്റമാണ്. എനിക്കുള്ള ബലഹീനതയും പാപവും സംശയവും യേശുവിന് കൊടുക്കുമ്പോൾ യേശുവിൻ്റെത് തിരിച്ചു വാങ്ങിക്കാൻ ഞാനും യേശുവും മാത്രം മതി, വേറൊരാൾ വേണ്ട. ഇത് ട്രാൻസ്ഫർ ചെയ്യണം. ഈ യേശുവിനെ അപ്പോൾ കർത്താവ് ഒരു മിഷനറിയുടെ മുമ്പിൽ ഈ ദുഷ്ടന്മാർ വന്നേച്ച് പറഞ്ഞു, നീ പിന്നെ യേശു ഇല്ലെന്നും ഈ ബൈബിളിലെ ചവിട്ടി നിന്ന് യേശു ഇല്ലെന്ന് പറയാൻ തക്കവണ്ണം നീ വന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അയാൾ പറയത്തില്ല, കാരണം അയാൾക്ക് ഒരിക്കൽ പോലും യേശു ഇല്ല എന്ന് പറയാനൊക്കത്തില്ല. പിന്നെ ഈ ബൈബിളെ ചവിട്ടുന്ന ഒട്ടും ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ വിചാരിച്ച് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നപ്പോൾ അയാൾ പറഞ്ഞു, ദൈവശബ്ദം ഞാൻ കേൾക്കുകയാണ്. യേശു എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, നീ ചവിട്ടിക്കോ ബൈബിളിലെന്ന്, കാരണം അതിനല്ലേ ഞാൻ വന്നതെന്ന്. എന്നെ അത് വല്ലാതെ തൊട്ടു. സത്യത്തിൽ യേശുവിനെ ചവിട്ടിക്കൊണ്ടല്ലേ നമ്മളെല്ലാം മുൻപോട്ട് കയറിപ്പോയത്. യേശുവിൻ്റെ നെഞ്ച് കീറിയത് കൊണ്ടല്ലേ എനിക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നു. ഈ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ മേൽ എൻ്റെ പാപവും എൻ്റെ രോഗവും എൻ്റെ വേദന ഇട്ടത് കൊണ്ടല്ലേ എൻ്റെ രോഗം മാറിക്കിട്ടിയത്. വേറെ ആരേലും അത് ഏറ്റെടുക്കുമോ? എൻ്റെ ഭർത്താവ് ഏറ്റെടുക്കുമോ? മക്കൾ ഏറ്റെടുക്കുമോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ തന്നെ ഹൃദയത്തിലൊരു ചിന്ത പിശാചിടും, നീ സൂക്ഷിച്ചോ, അല്ലെ അത് നിന്നെ മേലോട്ട് കയറുന്നൊക്കെ പറയുന്ന നുണകളെ തീ കത്തിച്ച് കളഞ്ഞിട്ട് കർത്താവാണത് ഏറ്റെടുത്തെങ്കിൽ ഞാൻ കർത്താവിൻ്റെ മറവിൽ നിൽക്കുകയാണെന്ന് പറയാനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വേലി കെട്ടി ദൈവത്തിൻ്റെ തീയുടെ നടുക്ക് നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയാൻ എത്ര പേർക്കറിയാം?
നമ്മൾ ഈ പരിശുദ്ധാത്മാ പറയുന്ന ഇതാണ്. റോമർക്കെഴുതിയ 10:9 പറയുന്നത് ഈ ഉടമ്പടിയെ ബേസ് ചെയ്താണ് പിന്നെ ജീവിതം. ഈ ഒരു ഉടമ്പടി ഉറപ്പിക്കുക. ഇതൊരു ഉടമ്പടി, ഈ ഒരൊറ്റ വാക്യം മതി. ആ ഒരൊറ്റ ഉടമ്പടി, കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിൻ്റെ കൂടെ ഒന്നും ഒരു പോയിൻ്റ് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒരു കാര്യം കൂട്ടാനോ കുറയ്ക്കാനോ നിനക്ക് അവകാശമില്ല. ഇത് ഞാൻ കോർട്ടിൽ വെച്ച് ആർഗ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഒരു നിയമം വേണ്ട പറയാൻ. അതിനാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു. പെട്ടെന്ന് പിന്നെ എൻ്റെ കർത്തൃത്വം നടത്തുന്നത് ദൈവമാണ്. അങ്ങനെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മൗത്ത് അലൈൻസ് വിത്ത് ദ കവനൻറ്റ് ആൻഡ് ദ ഗവേണിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സാൽവേഷൻ സ്റ്റാർട്ട്സ് ടു വർക്ക്. അതായത് രക്ഷയുടെ ആത്മാവ് ഉടനെ എന്നിലായി, ഞാൻ പിന്നെ രക്ഷിക്കപ്പെട്ട വ്യക്തി. അതിൻ്റെ അർത്ഥം ഈ ഗ്രീക്ക് വേർഡിൽ സൊറ്റേറിയ എന്നാണ് പറയുന്നത്. സൊറ്റേറിയ മീൻസ് ദ റൂട്ട് വേർഡ് ഓഫ് സോസോ എന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോസോ എന്ന് പറഞ്ഞാൽ സോസോ, SOZ, സോസോ. സോസോ മീൻസ് wholeness, deliverance, redemption, total healing, safety, provision, and then complete and redemption. എന്തെല്ലാം കാര്യം ഈ സോസോ എന്ന് പറഞ്ഞാൽ എനിക്ക് പൂർണ്ണതയുണ്ട്, എനിക്ക് വിടുതലുണ്ട്, എന്നെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നു, എന്നെ അവൻ പരിപാലിക്കുന്നു, എനിക്ക് വേണ്ട സമ്പൽ സമൃദ്ധി തരുന്നു, എന്നെ പൂർണ്ണനാക്കുന്നു. ഇതിനകത്ത് ഈ ഒരൊറ്റ വാക്കിനകത്ത്, ഈ ഒരു വാക്യം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മാറ്റി. ഒരു വാക്യം. അതായത് നമ്മളിപ്പോൾ ഒരിടത്ത് പോകാൻ നേരത്ത് നമ്മുടെ പോക്കറ്റിനകത്ത്, അതായത് ഈ പിന്നെ വാറിനൊക്കെ ഈ കുവൈറ്റ് വാർ ടൈമിൽ അമേരിക്കൻ പിള്ളേരെ പറഞ്ഞു വിടുമ്പോൾ അവരുടെ അമ്മ 19-25 വയസ്സിനുള്ള പിള്ളേരെയാണ് ഈ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവരമ്മമാർ 91-ാം സങ്കീർത്തനം എടുത്തിട്ട് ഒരു ചെറിയ പോസ്റ്റ് കാർഡ് പോലെ ആക്കിയിട്ട് പിള്ളേരുടെ പോക്കറ്റിനകത്തിട്ട് അമ്മമാർ വിടുമായിരുന്നു. ഇപ്പോഴത്തെ ഉള്ളവർ ചെയ്യുമ്പോൾ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അമേരിക്കയിൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മക്കളെ നമ്മളും നമ്മുടെ നെഞ്ചിനകത്ത് ഏത് വചനമാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കുറച്ച് നാളത്തേക്കെങ്കിലും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധ റോമർക്കെഴുതിയ ലേഖനം 10:9 നമ്മുടെ നെഞ്ചിനകത്ത് സൂക്ഷിച്ചു വെക്കാം. അത് പ്രാവശ്യം പറഞ്ഞിട്ട് ഇതിനകത്ത് എനിക്ക് ടോട്ടൽ ഹീലിംഗ് കിട്ടി, സൗഖ്യം കിട്ടിയിരിക്കുന്നു, ജീവൻ കിട്ടിയിരിക്കുന്നു, എൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരിക്കുന്നു, കർത്താവിൻ്റെ അവൻ്റെ രക്തം എനിക്ക് തന്നെ മറുവിലയായിട്ട് വാങ്ങിച്ചിരിക്കുന്നു. എൻ്റെ വില എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെ വില ഞാൻ ആരാന്നറിയാമോ? ഈ അന്തരാത്മാവ് ഈ തീ അങ്ങോട്ട് കത്തി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിലൊരു ശത്രു നിൽക്കൂല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഈ ഒരു വാക്യം മാത്രം ഒരാഴ്ച എടുത്ത് നിങ്ങളുടെ നെഞ്ചിനകത്ത് ഇതൊന്ന് കാണാതെ പിടിച്ച് നോക്ക്, പല പ്രാവശ്യം പറഞ്ഞു നോക്ക്. അവിടെ ഇവിടെ ഓടിപ്പോകുന്നതൊന്ന് നിർത്തി വെച്ചേച്ച് ദയവ് ചെയ്ത് ദൈവം തന്നിരിക്കുന്ന വാക്യങ്ങൾ പഠിക്കാൻ ബുദ്ധിയുണ്ടല്ലോ. ജ്ഞാനമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മ സോസോ, ഹോൾനെസ്, ഡെലിവറൻസ്, റിഡംഷൻ, ടോട്ടൽ ഹീലിംഗ്, സേഫ്റ്റി, പ്രൊവിഷൻ, കംപ്ലീറ്റ് റിഡംഷൻ. എല്ലാം നഷ്ടപ്പെട്ടത്, എല്ലാം പറുദീസയിൽ നഷ്ടപ്പെട്ടത് ദൈവബന്ധം തിരിച്ചു തന്നു. പറുദീസയിൽ നഷ്ടപ്പെട്ട ദൈവബന്ധം തിരിച്ചു തന്നപ്പം ജീവൻ്റെ നദി ഇതാ ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. അത്ര മനോഹരനായ ദൈവം ദിനം പ്രതി ഓരോ കാല് ചവിട്ടുപടി വെക്കാൻ തക്കവണ്ണം, ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ നിൻ്റെ വചനത്തിൽ കൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കയറാൻ വയ്യാത്തൊരപ്പച്ചൻ പൊക്കിയെടുത്ത് കയറ്റുന്നു. കൊച്ചുമക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു. കുറേ കുഞ്ഞുങ്ങളെ മടിയിലാതെ, പെൺമക്കളെയൊക്കെ കർത്താവ് വലതുവശത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ മാർവോട് ചേർത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ സ്നേഹിച്ച് കൊണ്ടുവരുന്നു. കർത്താവിൻ്റെ വിശുദ്ധി അവരുടെ മേലേക്ക് പകരുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവാത്മാവ് പകരുമ്പോൾ അവരിലൊരു ചൈതന്യം, ഒരു ജീവൻ, ഒരു പ്രകാശം, ഒരു ആത്മാവിൻ്റെ വിളക്ക് അവരിൽ കത്തിക്കൊണ്ടേരി. ഈ വിളക്കാർക്കും ഒക്കത്തില്ല. ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ചവർക്ക് ചുറ്റും വേലികെട്ടി തന്നെയല്ല, ഫോർട്രസ് പോലെ ദൈവ മക്കൾക്ക് ചുറ്റും 7 ഇരട്ടി ശക്തിയുള്ള മതിലുകൾ, യെരൂശലേമിന് ചുറ്റും മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവവചനത്തിൻ്റെ മതിലുകൊണ്ടും ദൈവിക ആത്മീയ ആഗോളത്തിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ വലയം കൊണ്ടും ഞങ്ങൾ ചുറ്റി കെട്ടിവെച്ചിരിക്കുക. അതിനകത്തൊന്നും ഒരു ശത്രു കയറത്തില്ല, ഒരു പഴുത് കയറത്തില്ല. പക്ഷേ കയറിയാൽ ലേസർ പോലെ ഓടി നടക്കുന്ന വചനമുണ്ട്. ഏതെങ്കിലും ഒന്നുകൊണ്ട് അവൻ്റെ തല തെറിച്ചു പോകും, സംശയമില്ല. നാഥൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഉറപ്പുള്ള പാറയിൽ നിർത്തിയിരിക്കുന്നു. എൻ്റെ പാറയ്ക്കകത്ത് ഒളിച്ചു സൂക്ഷിക്കുന്നു കുഞ്ഞുങ്ങളെ. അങ്ങനെ നടത്തുന്ന വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.